പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പം കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ 2D ഫിഗേഴ്സിനെ പറ്റി ജിയോമെട്രി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇതൊരു പുതിയ ടോപ്പിക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അതും ഡിസ്കസ് ചെയ്തു പോകുന്നു. ടോപ്പിക്കാണ് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും PSCയിൽ കച്ചവട ഗണിതം അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാഭവും നഷ്ടവും നോക്കാം. ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്നും ആദ്യം കുറച്ച് ബേസിക് ടേംസ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ CP മീൻസ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മലയാളം നമ്മൾ പറയുകയാണെങ്കിൽ വാങ്ങിയ വില. നമ്മളൊരു സാധനത്തിന് നമ്മളൊരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വിലയെ അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ആ പൈസയെ വിളിക്കുന്നതാണ് വാങ്ങിയ വില. നമ്മൾ എത്ര രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങിയത്, അതാണ് വാങ്ങിയ വില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നത് വിലയെയാണ് വാങ്ങിയ വില എന്ന് വിളിക്കുന്നത്. നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്, അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് മാർക്കഡ് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് പ്രൈസ് എന്നും വിളിക്കും, അല്ലെങ്കിൽ പ്രിൻ്റ് പ്രൈസ്. നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കവറിൽ അതിൻ്റെ പ്രിൻ്റഡ് വില കൊടുത്തിട്ടുണ്ടാവും, അല്ലേ, MRP എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ മാർക്കഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രിൻ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന വില. അടുത്ത സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത മാർക്കഡ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കവറിനകത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനത്തിനകത്ത് പ്രിൻ്റ് ചെയ്തേക്കുന്ന വില എത്രയാണോ അതാണ് പ്രിൻറ്റിംഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് പ്രോഫിറ്റ്. മലയാളത്തിൽ ഇതിനെ ലാഭം എന്ന് വിളിക്കും. പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം. ഇപ്പോൾ നമ്മൾ ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങി, 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് നമ്മളത് 120 രൂപയ്ക്ക് വിൽക്കുന്നു. 120 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 120 രൂപയ്ക്ക് ഞാനത് വിൽക്കുന്നു, അല്ലേ. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയ വിലയാണ്. അതിനെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് വിളിക്കാം. ഇനി ഞാൻ ആ സാധനം വേറൊരാൾക്ക് മറിച്ച് വിൽക്കുകയാണ്, അത് 120 രൂപയ്ക്കാണ് വിറ്റത്. അതിനെ ഞാൻ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില എന്ന് വിളിക്കും. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം വാങ്ങിയ വിലയാണ് 100 രൂപ. ഞാൻ അതിനെ എത്ര രൂപയ്ക്ക് വിറ്റു, 120 രൂപയ്ക്ക് വിറ്റു. അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നത്, അല്ലേ. അപ്പോൾ എനിക്ക് 20 രൂപ അധികമായി ലഭിച്ചു. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 120 രൂപയ്ക്ക് വേറൊരാൾക്ക് വിറ്റപ്പോൾ എനിക്കിവിടെ 20 രൂപ അധികമായിട്ട് വന്നു, അല്ലേ. 120ൽ നിന്നും 100 മൈനസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ എത്ര രൂപ കിട്ടും, 20 രൂപ അധികമായിട്ട് കിട്ടും. ആ അധികത്തെയാണ്, നമുക്ക് അധികമായി കിട്ടുന്നതിനെയാണ് ലാഭം എന്ന് വിളിക്കുന്നത്. ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഈ കച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 20 രൂപയാണ്. മനസ്സിലായോ? 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 120 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് 20 രൂപ അധികമായിട്ട് കിട്ടി. ആ 20 രൂപയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇതിനകത്ത് നിന്ന് നോക്കിയേ. ഞാൻ 120 രൂപയിൽ നിന്ന് 100 രൂപ മൈനസ് ചെയ്തപ്പോഴാണ് എനിക്ക് 20 രൂപ ലാഭം ഉണ്ടെന്ന് മനസ്സിലായത്, അല്ലേ. 120 എന്ന് പറയുന്നത് ഏതാണ്, സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഞാൻ എത്ര രൂപയ്ക്കാണോ വിറ്റത് അതാണ് സെല്ലിംഗ് പ്രൈസ്, മൈനസ് ഞാൻ അതിനുവേണ്ടി എത്ര രൂപയാണോ മുതൽ മുടക്കിയത്, അല്ലേ, എത്ര രൂപയ്ക്കാണോ ഞാനത് വാങ്ങിയ പ്രൈസ് CP. ഇത് രണ്ടിനെയും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങി, ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 120 രൂപയ്ക്ക് ഞാൻ വിറ്റപ്പോൾ എനിക്ക് 20 രൂപ അധികമായിട്ട് കിട്ടി, അല്ലേ. ഈ 20 രൂപയാണ് ഞാൻ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. പ്രോഫിറ്റ് എന്നുള്ളത് എങ്ങനെ കണക്കാക്കാം നമുക്ക്, നമ്മൾ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലേ. ലാഭ ശതമാനം കാണുന്നത്, ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് ലാഭമാണ്. അടുത്ത ലാഭ ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം, ഇവിടെ നമ്മൾ 20 രൂപ പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു, അല്ലേ. 20 രൂപയാണ് എനിക്ക് ലാഭം കിട്ടിയെന്ന് കണ്ടുപിടിച്ചു. ഈ 20 രൂപ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ മുതൽ മുടക്കിയതിൻ്റെ, ഞാൻ വാങ്ങിയ വില എന്ന് പറയുന്നത് 100 രൂപയ്ക്കാണ്, അല്ലേ. 100 രൂപയ്ക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത്, 100 രൂപയാണ്. ആ 100 രൂപയിൽ നിന്നും ഞാൻ 100 രൂപ
ചിലവാക്കിയപ്പോൾ എനിക്ക് എത്ര ശതമാനം തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ആ 100 രൂപയുടെ എത്ര ഭാഗമാണ് 20 രൂപയിൽ എനിക്ക് ലാഭം കിട്ടിയത്. അപ്പോൾ ഞാൻ ചിലവാക്കിയ 100 രൂപയുടെ എത്ര ഭാഗമാണ് 20 എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 20 ഡിവൈഡ് ബൈ ലാഭം കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഇക്വേഷനകത്ത് നമുക്ക് പറയാം ലാഭം ഡിവൈഡഡ് ബൈ. ഇനി ഞാൻ എത്ര രൂപയാണോ മുതൽ മുടക്കിയത്, അല്ലേ, എത്ര രൂപയ്ക്കാണോ ഞാനത് വാങ്ങിയ ആ വാങ്ങിയ വില ഇൻറ്റു 100, ശതമാനം കാണുമ്പോൾ 100 കൊണ്ട് ഗുണിക്കണം ഇൻറ്റു 100. ഇതാണ് ലാഭ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാഭ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭ ശതമാനം കിട്ടും. പഠിച്ചു വെച്ചേക്കുക. ലാഭം കാണാൻ വേണ്ടി വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭ ശതമാനമാണ് കാണേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100, അല്ലേ. എനിക്ക് 20 രൂപയാണ് ലാഭമായിട്ട് കിട്ടിയത്. ഞാൻ മുതൽ മുടക്കിയതോ 100 രൂപയും. അപ്പം 100 രൂപ മുതൽ മുടക്കിയപ്പോൾ എനിക്ക് 20 രൂപ ലാഭം കിട്ടിയെങ്കിൽ എത്രയാണ് 20ൻ്റെ അല്ലെങ്കിൽ 100ൻ്റെ എത്ര ഭാഗമാണ് 20 എന്ന് കണ്ടുപിടിക്കുക. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ലാഭ ശതമാനം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തൊരു ടേം നോക്കാം, നഷ്ടം, അല്ലേ. നഷ്ടം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് നോക്കാം. ലോസ് അല്ലെങ്കിൽ നഷ്ടം. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് 80 രൂപയെ കിട്ടിയുള്ളൂ. 100 രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങി, പക്ഷെ ഞാനത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് 80 രൂപയെ കിട്ടിയുള്ളൂ. മനസ്സിലായോ? ഞാൻ ചിലവാക്കിയ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷേ സെല്ലിംഗ് പ്രൈസ് എനിക്ക് എത്രയേ കിട്ടിയുള്ളൂ? 80 രൂപയെ കിട്ടിയുള്ളൂ. അതിനർത്ഥം എത്രയാ? എൻ്റെ ഇന്ന് 20 രൂപ എനിക്ക് നഷ്ടമായി. അതിനെയാണ് നഷ്ടം എന്ന് പറയുന്നത്, അല്ലേ. 20 രൂപ എനിക്ക് കുറച്ചാണ് കിട്ടിയത്, അതിനെയാണ് നഷ്ടം എന്ന് വിളിക്കുന്നത്. അപ്പം നഷ്ടം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസ്, ഇവിടെ ഏറ്റവും വലുത് ഏതാ? കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വിലയാണ് വലുത്, അല്ലേ. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. എത്ര രൂപയാണ് നഷ്ടമായതെന്ന് കിട്ടും, ഇല്ലേ. ഓക്കെ. അപ്പോൾ നോക്കാം. ഇക്വേഷൻ നമുക്ക് പറയാം സി പി മൈനസ് സെല്ലിംഗ് പ്രൈസ് എസ് പി. സി പി മൈനസ് എസ് പി, വാങ്ങിയ വിലയിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം, അല്ലേ. നമ്മൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം ഏതാണോ വലുത് ഏതാണ് ചെറുതെന്ന് മനസ്സിലാവും. അപ്പം വലുതിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ചെറുത് കുറച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ എനിക്കിവിടെ ലോസ് കിട്ടി. ഇനി ലോസ് പെർസെൻറ്റേജ് മുമ്പേ നമ്മൾ ലാഭം കണ്ടിട്ട് ലാഭ ശതമാനം കണ്ടതുപോലെ ഇവിടെ ലോസ് പെർസെൻറ്റേജ്, നഷ്ട ശതമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലേ. എന്താ? സി പി മൈനസ് എസ് പി, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ലോസ് കിട്ടി. ലോസ് എത്ര ഭാഗമാണ് എനിക്ക് നഷ്ടമുണ്ടായത്? അതും എന്താണ്? വാങ്ങിയ വിലയാണ്, അല്ലേ. ഞാൻ ചിലവാക്കിയത് 100 രൂപയാണ്. അതിൽ എനിക്ക് 20 രൂപ നഷ്ടമുണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത കാശിൻ്റെ, ഞാൻ ചിലവാക്കിയ കാശിൻ്റെ എത്ര ഭാഗമാണ് 20 എന്ന് മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യണം? ലോസ്, നഷ്ടമുണ്ടായത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ഞാൻ എത്ര രൂപയാണോ മുടക്കിയത് അതിനെയാണ് വാങ്ങിയ വില എന്ന് പറയുന്നത്, ഇൻറ്റു 100. ഓക്കെ ആണോ? അപ്പം ലാഭ ശതമാനം കാണാൻ നേരത്ത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി നഷ്ട ശതമാനം കാണാൻ നേരത്ത് എന്ത് ചെയ്യണം? നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ എന്താണ് സി പി, എന്താണ് എസ് പി, എന്താണ് മാർക്കറ്റ് പ്രൈസ്, പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, ലോസ് പെർസെൻറ്റേജ് എന്താണ്? ഇത്രയും കാര്യം നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെയും ലോസ് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും കാണാൻ നേരത്ത് നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്നല്ലേ എഴുതിയേ. അപ്പം ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത് എന്താണ്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലേ. സി പി നമ്മൾ ചിലവാക്കിയ കാശിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഠിച്ചു വെച്ചേക്കുക. ലാഭ ശതമാനമായാലും ലാഭമായാലും നഷ്ടമായാലും നമ്മൾ കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക, പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയത് എത്ര രൂപയ്ക്കാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാഭവും നഷ്ടവും നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ മോഡൽ നോക്കിക്കോ. മോഡൽ 1, 8000 രൂപ വിലയുള്ള ഒരു അലമാര ഞാൻ 9000 രൂപയ്ക്ക്
വിൽക്കുന്നു, 9,000 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം എത്രയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8,000 രൂപ വിലയുള്ള ഒരു അലമാര 9,000 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നു. മനസ്സിലായോ? 8,000 രൂപയേ ഉള്ളൂ ആ അലമാരയ്ക്ക്. ഞാൻ എന്ത് ചെയ്തു? 9,000 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ ലാഭത്തിലാണ് ഞാനത് വിറ്റത്? 8,000 രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ 9,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ലാഭം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 9,000 മൈനസ് 8,000 ചെയ്യണം. അപ്പോൾ എനിക്ക് 1,000 രൂപ ലാഭത്തിലാണ് ഈ കച്ചവടം ഞാൻ നടത്തുന്നത്. അല്ല, 8,000 രൂപയുള്ള ആ സാധനത്തിൻ്റെ വില ഞാനത് 9,000 രൂപയ്ക്ക് വിൽക്കുക എന്ന് അർത്ഥമാക്കുന്നത് 1,000 രൂപ ലാഭത്തിന് ഞാനത് വിറ്റു. അല്ലേ? ഇവിടെ കണ്ടുപിടിക്കേണ്ട ലാഭശതമാനമാണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില CP × 100. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? ഇതേ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? വിൽക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് CP, വാങ്ങിയ വിലയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലേ? 9,000 രൂപയ്ക്ക് അയാളത് വിൽക്കുന്നു. വാങ്ങിയത് എത്ര രൂപയ്ക്ക്? 8,000 രൂപയ്ക്ക്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പോൾ 1,000 രൂപ ലാഭത്തിലാണ് അയാളത് വിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,000 ആണ്. ഡിവൈഡ് ബൈ, ഇനി വാങ്ങിയ വില ഡിവൈഡ് ബൈ വാങ്ങിയ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അലമാരയുടെ വില 8,000 × 100. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം എത്ര രൂപ കിട്ടും? 12.5% ലാഭമാണ് നമുക്ക് കിട്ടുന്നത്. 12% ലാഭം. 1000 ഡിവൈഡ് ബൈ 80. 0 ക്യാൻസൽ ചെയ്ത് 100 ഡിവൈഡ് ബൈ 8 എത്ര കിട്ടും നമുക്ക്? 12.5% നമുക്ക് എന്ത് കിട്ടുന്നത്? ലാഭശതമാനം കിട്ടുന്നത്. മനസ്സിലായ കണക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭശതമാനം കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില × 100 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 25,000 രൂപ വിലയുള്ള ഒരു സാധനം 30,000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 25,000 രൂപയായിരുന്നു സാധനത്തിൻ്റെ വില. ഞാനത് 30,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് എത്ര രൂപയാണ് ലാഭം കിട്ടാൻ പോകുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? വിൽക്കുന്ന വില 30,000 രൂപയ്ക്കാണ് ഞാനത് വിൽക്കുന്നത്. മൈനസ് എത്ര രൂപയായിരുന്നു സാധനത്തിന്? 25,000 രൂപ. അല്ലേ? എനിക്ക് 5,000 രൂപയാണ് എന്തെന്ന് കിട്ടുന്നത്? പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. എനിക്ക് പ്രോഫിറ്റ് ലാഭം കിട്ടുന്നത് 5,000 രൂപയാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില × 100. അല്ലേ? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. ഡിവൈഡ് ബൈ വാങ്ങിയ വില എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ വസ്തുവിനുള്ള വില എത്രയാണ്? 25,000 × 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്ത് ആൻസർ 20% എന്ന് കിട്ടി. ആൻസർ എത്ര കിട്ടി? 20%. ഓക്കെ ആണോ? 20% ലാഭത്തിനാണ്, ലാഭശതമാനം 20% ലാഭത്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അത് വിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു TV ഞാൻ 52,500 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭം എത്ര ശതമാനം? അപ്പം ഞാൻ വാങ്ങിയ വില CP എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്. വാങ്ങിയ വില 50,000 രൂപയാണ്. പക്ഷെ ഞാനത് മറിച്ച് വിൽക്കുകയാണ്. സെല്ലിംഗ് പ്രൈസ് ഞാനത് മറിച്ച് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 52,500 രൂപയ്ക്ക് ഞാനത് വിൽക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി ഇതിനകത്ത് നിന്ന് നോക്കി? 50,000 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം ഞാൻ 52,500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എൻ്റെ ലാഭം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,500 രൂപ ലാഭത്തിലാണ് ഞാനത് വിൽക്കുന്നത്. 2,500 രൂപ ലാഭത്തിൽ. ഇനി ഈ ലാഭം എത്ര ശതമാനമാണ്? ഞാൻ മുടക്കിയ കാശെന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഈ 50,000-ൻ്റെ എത്ര ശതമാനമാണ് 2,500 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനോട് നമ്മൾ 2,500 ഡിവൈഡ് ബൈ വാങ്ങിയ വില 50,000 × 100 ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അല്ലേ? അപ്പോൾ 5% ലാഭത്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ TV വിൽക്കുന്നത് 5% ലാഭത്തിന്.
ഓക്കെ ആണോ? അപ്പം ലാഭശതമാനം കാണാനുള്ള കണക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത മോഡലിലേക്ക് പോകാം. മോഡൽ 2 എന്താണ്? ഒരാൾ 30,000 രൂപ വിലയുള്ളൊരു മേശ 27,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ, 30,000 രൂപയായിരുന്നു സാധനത്തിൻ്റെ വില, ഞാനത് 27,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ അവിടെ നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? എത്ര രൂപ നഷ്ടത്തിലാണ് ഞാനത് വിറ്റത്? നഷ്ടം കാണാൻ എന്ത് ചെയ്യണം? 30,000 രൂപയായിരുന്നു സാധനത്തിൻ്റെ വില, ഞാനത് വിറ്റത് 27,000 രൂപയ്ക്കാണെങ്കിൽ ഇവിടുത്തെ നഷ്ടം, എനിക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3,000 രൂപയാണ് എൻ്റെ നഷ്ടം. ഇനി എൻ്റെ നഷ്ടശതമാനം കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100, അതാണ് നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നഷ്ടം ഉണ്ടായത് 3,000 രൂപയ്ക്കാണ്. 3,000 ഡിവൈഡ് ബൈ വാങ്ങിയ വില എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 30,000 രൂപയ്ക്ക് അല്ലേ, ഇൻറ്റു 100. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്ത് 10%. അപ്പം 10% എന്ത് നഷ്ടത്തിലാണ് ഞാനത് വിറ്റത്? 10% നഷ്ടത്തിൽ. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50,000 രൂപ വിലയുള്ള ഒരു അലമാര ഞാൻ 40,000 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? 50,000 രൂപ വിലയുള്ള ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? നമ്മൾ 40,000 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലേ, നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? 50,000 രൂപ വിലയുള്ള ഒരു സാധനത്തെ 40,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലേ. എത്ര രൂപയാണ് നഷ്ടം ഉണ്ടാകുന്നത്? 10,000 രൂപയാണ് നഷ്ടം അല്ലേ. 50,000-ൽ നിന്ന് 40,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 രൂപ. അതാണ് നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന നഷ്ടശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ഇവിടുത്തെ ലോസ്. ഡിവൈഡ് ബൈ വാങ്ങിയത് എത്ര രൂപയ്ക്ക്? 50,000 രൂപയ്ക്ക് ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്തേ. അപ്പോൾ ആൻസർ എനിക്ക് 20% എന്ന് കിട്ടി. എത്ര ശതമാനം? 20% നഷ്ടത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്? അത് വിറ്റത്. ഓക്കെ ആണോ? അടുത്ത മോഡൽ നോക്കാം. മൂന്നാമത്തെ മോഡൽ നോക്കിയേ. 50,000 രൂപ പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 50,000 രൂപ പരസ്യവിലയുള്ള ഒരു സാധനം 45,000 രൂപയ്ക്കാണ് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇവിടെ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, പ്രോഫിറ്റും ലോസും, നഷ്ടവും ലാഭവും വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം, ഇവിടെ ഡിസ്കൗണ്ട് ആണ് അല്ലേ, ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം പരസ്യവിലയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. പരസ്യവിലയെ അടിസ്ഥാനമാക്കിയാണ് ഡിസ്കൗണ്ട് പറയുന്നത്. ഇനി പഠിച്ചു വെച്ചോ, ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഇക്വേഷൻ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് അല്ലേ, പ്രിന്റഡ് പ്രൈസ്, അല്ലെങ്കിൽ പരസ്യവില ഇൻറ്റു 100, പെർസെൻറ്റേജിലായതുകൊണ്ട് ഇൻറ്റു 100. ഇതാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. പഠിച്ചു വെച്ചേക്കുക. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു 100, ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഇനി ഇവിടുത്തെ നോക്കിയേ, മാർക്കഡ് പ്രൈസ് നമുക്കറിയാമല്ലേ, പരസ്യവിലയാണ് മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത്. അത് എത്രയാണ് നമ്മളടുത്ത് പറഞ്ഞു? 50,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി എത്ര രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്? 45,000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ, 45,000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കാണാം. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ആദ്യം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ, ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത്? 50,000 രൂപ വിലയുള്ളൊരു സാധനം നമ്മൾ കടയിൽ ചെന്നിട്ട് 50,000 രൂപ വിലയുള്ളൊരു സാധനം നമുക്ക് 45,000 രൂപയ്ക്ക് തരുന്നു. അപ്പം നമ്മൾ പറയും, നമുക്ക് എത്ര രൂപ അവിടെ കുറച്ച് തന്നു? കുറച്ച് തരുന്നതാണ് ഡിസ്കൗണ്ട് അല്ലേ. നമ്മൾ പറയും 50,000 രൂപ വിലയുള്ളൊരു സാധനം നമുക്ക് 45,000 രൂപയ്ക്കാണ് തന്നത്, 5,000 രൂപ നമുക്കവർ ഡിസ്കൗണ്ട് ചെയ്തെന്ന് പറയും അല്ലേ. എങ്ങനെ ഈ 5,000 കിട്ടിയത്? 50,000-ൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ പ്രിൻ്റർ പ്രൈസിൽ നിന്നും, അവർ പറയുന്ന പ്രൈസിൽ നിന്നും, പരസ്യവിലയിൽ നിന്നും നമുക്ക് തരുന്ന വില എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും. അപ്പം നമ്മൾ പറയും 5,000 രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് സാധനം തന്നതെന്ന് പറയും അല്ലേ. അപ്പം ഡിസ്കൗണ്ട് കാണാൻ എന്ത് ചെയ്യുക? പരസ്യവില ഡിസ്കൗണ്ട് കാണാൻ, അതും കൂടെ പഠിച്ചു വെച്ചേക്കോ. ഡിസ്കൗണ്ട് കാണാൻ മാർക്കഡ് പ്രൈസിൽ നിന്നും, അല്ലെങ്കിൽ പ്രിൻ്റഡ് പ്രൈസിൽ നിന്നും എന്ത് ചെയ്യും? നമുക്ക് തരുന്ന പ്രൈസ് കുറയ്ക്കും അല്ലേ. നമുക്ക് എത്ര രൂപയ്ക്കാണോ അവർ തരുന്നത്, അവർ സെല്ല് ചെയ്യുന്ന പ്രൈസ്, അവർ കച്ചവടം ചെയ്യുന്ന പ്രൈസ് കുറയ്ക്കും. ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാം. ഡിസ്കൗണ്ട്
ശതമാനം ഈക്വൽ ടു ഡിസ്കൗണ്ട് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞ 5000 രൂപ അല്ലേ. 5000 ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഇവിടുത്തെ പരസ്യവില? 50,000 ഇൻറ്റു 100. ഓക്കെ ആണോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഡിവൈഡ് ചെയ്തേ. 10% എന്ന് കിട്ടി. ഡിസ്കൗണ്ട് പ്രൈസ് 10% എന്ന് കിട്ടി. ഓക്കെ ആണോ? 10% നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പരസ്യവിലയെ ബേസ് ചെയ്താണ് ഡിസ്കൗണ്ട് പറയുന്നത്. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവില ഇൻറ്റു 100. ഇനി ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പരസ്യവിലയിൽ നിന്നും നമുക്ക് അവർ സെല്ല് ചെയ്യുന്നത്, നമുക്ക് അവർ കച്ചവടം ചെയ്ത് എത്ര രൂപയ്ക്കാണോ ആ പൈസ കുറയ്ക്കണം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ, 2000 രൂപ പരസ്യവിലയുള്ളൊരു സാരി 1600 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചേക്കോ. ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവില ഇൻറ്റു 100. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്? ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസിൽ നിന്നും എത്ര രൂപയ്ക്കാണോ അവർ നമുക്കത് സെല്ല് ചെയ്തത്, സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുന്നതാണ് ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ ഇങ്ങനെയും മാറ്റി എഴുതാം അല്ലേ. ഇനി മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 2000 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. 2000-ൽ നിന്നും എത്ര രൂപയ്ക്ക് അവർ സാരി കച്ചവടം ചെയ്തത്? 1600 രൂപയ്ക്ക് അല്ലേ. 1600 ഡിവൈഡ് ബൈ 2000 ഇൻറ്റു 100. ഓക്കെ, ഇവിടെ 2000-ൽ നിന്നും 1600 പോയാൽ എത്ര രൂപയാണ് അവർ തന്ന ഡിസ്കൗണ്ട്? 400 രൂപയാണ് അല്ലേ. 2000 രൂപ വിലയുള്ള ഒരു സാധനം നമ്മളത് വാങ്ങിയപ്പോൾ 1600 രൂപയ്ക്ക് തന്നു. അപ്പോൾ നമ്മൾ പറയും 400 രൂപ നമുക്കവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു അല്ലെങ്കിൽ കുറച്ച് തന്നു എന്നൊക്കെ നമ്മൾ പറയും. ആ 400 ഡിവൈഡ് ബൈ 2000 ഇൻറ്റു 100 ചെയ്ത് നോക്കിയേ. 20 എന്ന് കിട്ടി അല്ലേ. 20% എന്ന് കിട്ടി. 20% എന്ന് കിട്ടി. ഓക്കെ ആണോ? 20%. ഓപ്ഷൻ എ. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചല്ലോ, ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചല്ലോ. ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. ഇതേ നോക്കിയേ, മോഡൽ 4 എന്താ പറഞ്ഞേക്കുന്നത്? 19,000 രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് 1000 രൂപ ലോഡിംഗ് ചാർജ് നൽകി കടയിൽ എത്തിച്ചു. ആ അലമാര 22,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇല്ലേ, കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയേ, നമ്മളൊരു അലമാര ഒരിടത്തുനിന്ന് വാങ്ങി, 19,000 രൂപയ്ക്ക് നമ്മളത് വാങ്ങി. മനസ്സിലായോ? നമ്മൾ ഒരലമാര ഒരു കടയിൽ നിന്നും 19,000 രൂപയ്ക്ക് വാങ്ങി. ആ കടയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ 1000 രൂപ ചാർജ് കൊടുത്തു. വണ്ടിക്കൂലിയായിട്ട് 1000 രൂപ കൊടുത്തു. അപ്പം ഞാൻ ഈ അലമാരയ്ക്ക് വേണ്ടി മൊത്തത്തിൽ ഇപ്പോൾ എത്ര രൂപ ചിലവാക്കി? 19,000 രൂപ എന്ന് പറയുന്നത് അലമാരയുടെ കാശ് 19,000 രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1000 രൂപ വണ്ടിക്കൂലി കൊടുത്തു അല്ലേ. അത് അലമാര വാങ്ങാൻ വേണ്ടിയല്ലേ നമ്മൾ 1000 രൂപ കൊടുത്തത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ചിലവായ, അലമാരി വാങ്ങുന്നതിൽ മൊത്തത്തിൽ ചിലവായത് എത്ര രൂപയാണ്? 20,000 രൂപ എനിക്ക് മൊത്തത്തിൽ ചിലവായി. പറഞ്ഞ് മനസ്സിലായോ? ഞാൻ ഈ അലമാര വാങ്ങാൻ വേണ്ടി 19,000 രൂപ അലമാരയ്ക്ക് കൊടുത്തു. അതിനുശേഷം വണ്ടിക്കാശായിട്ട് ഞാൻ വണ്ടിക്കൂലിയായിട്ട് 1000 രൂപ കൊടുത്തു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ചിലവായത് 20,000 രൂപയാണ്. അങ്ങനെ 20,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ അലമാര, അപ്പോൾ എനിക്ക് ചിലവായ പ്രൈസ്, എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 20,000 രൂപയാണ്. അത് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ നോക്കിയേ, എനിക്കിവിടെ അലമാരയുടെ കാശ് മാത്രമല്ല ആയത്, എൻ്റെ കയ്യിൽ നിന്ന് ആയത് എന്നും കൂടെ ആയിട്ടുണ്ട്, വണ്ടിക്കൂലിയും കൂടെ ആയിട്ടുണ്ട്. മനസ്സിലായോ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് ഇവിടെ വരുന്നത്. എനിക്ക് വാങ്ങിയ വില, ഞാൻ അതിനു വേണ്ടി ചിലവാക്കിയ വില കിട്ടുന്നത്. മനസ്സിലായോ? ഒരു സാധനം വാങ്ങുമ്പോഴുണ്ടാകുന്ന എല്ലാ ചിലവുകളും വാങ്ങിയ വിലയുടെ ഭാഗമാണ്. ഓർത്ത് വെച്ചേക്കുക പോയിൻ്റ്. ഒരു സാധനം വാങ്ങുമ്പോഴുണ്ടാകുന്ന എല്ലാ ചിലവുകളും ആ വാങ്ങിയ സാധനത്തിൻ്റെ, വാങ്ങിയ വിലയുടെ ഭാഗമാണ്.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ 1000 രൂപ വണ്ടിക്കൂലി കൊടുത്തതും എന്തിൻ്റെ ഭാഗമാണ്? വാങ്ങിയ വിലയുടെ ഭാഗമാണ്. അപ്പോൾ അതും ഞാൻ വാങ്ങിയ വിലയിൽ കൂട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയായി? 20,000 രൂപയായി. ഇനി ഞാനത് എത്ര രൂപയ്ക്ക് വിറ്റു? 22,000 രൂപയ്ക്ക് വിറ്റു. 22,000 രൂപയ്ക്ക് വിറ്റു അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്നും എൻ്റെ എന്ത് കുറയ്ക്കണം? കോസ്റ്റ് പ്രൈസ് കുറയ്ക്കണം അല്ലേ? ഡിവൈഡ് ബൈ CP × 100. ഇനി ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയായിരുന്നു? ഞാൻ 22,000 രൂപയ്ക്കാണ് അത് വിറ്റത് അല്ലേ? ഇനി കോസ്റ്റ്, ഞാൻ ചിലവാക്കിയ കാശ് എന്ന് പറയുന്നത് 20,000 രൂപയും ഡിവൈഡഡ് ബൈ 20,000 × 100. ഓക്കെ ആണോ? ഇനി 22,000-ൽ നിന്ന് 20,000 രൂപ കുറയ്ക്കണം അല്ലേ? എൻ്റെ ലാഭം കിട്ടണമെങ്കിൽ, പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്യണം. ഞാൻ 22,000 രൂപയ്ക്കാണ് വിറ്റത്. എനിക്ക് ചിലവായ കാശെന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 2,000 എന്ന് കിട്ടും അല്ലേ? 22,000-ൽ നിന്ന് 2,000 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2,000 എന്ന് കിട്ടും ലാഭം. 2,000 ഡിവൈഡ് ബൈ 20,000 × 100. ഓക്കെ ആണോ? 2 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 0 ക്യാൻസൽ ചെയ്തു. ആൻസർ എനിക്ക് എന്തെന്ന് കിട്ടി? 10% എന്ന് കിട്ടി. 10% ലാഭത്തിനാണ് ഞാനത് വിറ്റത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, 4,500 രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് 500 രൂപ ലോറി വാടക നൽകി. ആ മേശ 6,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? അപ്പോൾ ലാഭശതമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ × 100. ഇവിടെ നോക്കിയേ, മേശയുടെ വില 4,500 രൂപയുള്ളായിരുന്നു. ഞാനത് വീട്ടിലെത്തിക്കാൻ 500 രൂപ കൂടി ലോറി വാടക നൽകിയെങ്കിൽ എനിക്ക് മൊത്തത്തിൽ എത്ര രൂപ ചിലവായി? 4,500 മേശയുടെ കാശ്, 500 രൂപ ലോറി വാടക ഉൾപ്പെടെ എനിക്ക് 5,000 രൂപ ചിലവായി. 5,000 രൂപയാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു സാധനം വാങ്ങുമ്പോഴുണ്ടാകുന്ന അനുബന്ധ ചിലവുകൾ, എല്ലാ ചിലവുകളും എന്തിനകത്ത് വരും? വാങ്ങിയ വിലയിൽ വരും. അതുകൊണ്ട് നമുക്ക് CP എന്ന് പറയുന്നത് എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. ഇനി നമ്മൾ എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്? SP സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയാണ്? വിറ്റ വില എന്ന് പറയുന്നത് 6,000 രൂപയാണ്. അപ്പോൾ 5,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ സാധനം 6,000 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 1,000 രൂപ കിട്ടി അല്ലേ? എനിക്ക് പ്രോഫിറ്റ് 1,000 രൂപ കിട്ടി. അപ്പം പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 5,000 രൂപയാണ്. 5,000 × 100. ഓക്കെ, എത്ര കിട്ടി? 20 എന്ന് കിട്ടി. 20% എന്ന് കിട്ടി. 20% എന്ന് കിട്ടി. ഓക്കെ ആണോ? കണക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മാത്രം ആലോചിക്കുക, നമ്മളൊരു സാധനം വാങ്ങുമ്പോഴുണ്ടാകുന്ന എല്ലാ ചിലവുകളും വാങ്ങിയ വിലയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മാത്രം ആലോചിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, മോഡൽ 5 നോക്കിയേ, 50,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 20% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എന്ത്? മനസ്സിലായോ? വിറ്റ വില എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 50,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 20% ലാഭത്തിനാണ് വിറ്റത്. 20% ലാഭത്തിനാണ് വിറ്റത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ലാഭശതമാനം കാണാൻ നേരത്ത് നമ്മുടെ ലാഭം വാങ്ങിയ വിലയുടെ എത്ര ഭാഗമാണ് എന്നാണ് കാണുന്നത് അല്ലേ? വാങ്ങിയ വിലയുടെ എത്ര ഭാഗമാണ് എന്നാണ് കാണുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില × 100. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 20 എന്ന്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭശതമാനം 20% എന്ന് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്ര ആണെന്ന് നമുക്കറിയില്ല. ഡിവൈഡ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് 50,000 രൂപയാണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് 50,000 രൂപ × 100 അല്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 20 = P/500 എന്ന് കിട്ടും. P/500 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതിൽ നിന്ന് P കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 500 × 20 എന്ന് ചെയ്യണം. 500 × 20 എന്ന് ചെയ്യുക. 2 10. എത്രയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്? 10,000 രൂപയാണ് നമ്മുടെ ലാഭം. അപ്പം 10,000 രൂപയ്ക്ക് ലാഭത്തിനാണ് നമ്മളത് വിറ്റത്. മനസ്സിലായോ? 50,000 രൂപ വിലയുള്ള ഒരു സാധനം 50,000 രൂപ വിലയുള്ള ഒരു സാധനത്തെ 10,000 രൂപ ലാഭത്തിനാണ് നമ്മളത് വിറ്റത്.
മനസ്സിലായ പറഞ്ഞത്? നമ്മുടെ വാങ്ങിയ വില അല്ലെങ്കിൽ വാങ്ങിയ വില CP എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപയാണ്. CP എന്ന് പറയുന്നത് 50,000 രൂപ. 50,000 രൂപ വിലയുള്ളൊരു സാധനം ഞാൻ 10,000 രൂപ ലാഭത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ ഞാൻ ഈ 50,000-ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടും, 10,000 രൂപയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 60,000 രൂപ എന്ന് കിട്ടും. ഈ 60,000 രൂപയ്ക്കാണ് ഞാൻ എന്ത് ചെയ്തത്? സെല്ല് ചെയ്യുന്നത് അല്ലേ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലാഭവും കൂടെ കൂട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. അത് 60,000 രൂപയാണ്. പറഞ്ഞു മനസ്സിലായോ? കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 50,000 രൂപ അല്ലേ? 50,000 രൂപ വിലയുള്ളൊരു സാധനം ഞാൻ 10,000 രൂപ ലാഭത്തിന് വിറ്റെന്ന് പറയുമ്പോൾ 50,000-ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടും? ഈ ലാഭവും കൂടെ കൂട്ടും അല്ലേ? ലാഭം 10,000 കൂടെ കൂട്ടിയിട്ട് ഞാൻ 60,000 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ ആണോ? കണക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇത് വേറൊരു രീതി ചെയ്യാം. അത് നോക്കിക്കോ. ഇതേ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചോ. എന്താ? ലാഭം കാണാനുള്ളത്, ലാഭം പ്രോഫിറ്റ് കാണാനുള്ളത് നമ്മൾ കഴിഞ്ഞതിനകത്ത് പ്രോഫിറ്റ് ശതമാനത്തിനകത്തില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ശതമാനം എന്ന ഇക്വേഷനകത്തിലോട്ട് നമ്മൾ വാല്യൂ ഇട്ടാണ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത്. ഡയറക്റ്റ് കണ്ടുപിടിച്ചോ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമ്മുടെ വാങ്ങിയ വില അല്ലേ? CP ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഇത് മറ്റേ ഇക്വേഷൻ തന്നെ വരുന്നതാണ് കേട്ടോ. എന്താ? പ്രോഫിറ്റ് ശതമാനം ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100 എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ശതമാനം കാണാനുള്ള ഇക്വേഷൻ അല്ലേ? ഇതിനകത്ത് P ആണ് നമുക്ക് വേണ്ടത്. അന്നേരം എന്ത് ചെയ്യും? ഇവിടെ CP ഡിവൈഡ് ചെയ്തേക്കുമല്ലേ? Pയുടെ കൂടെ CP ഡിവൈഡ് ചെയ്തേക്കുമല്ലേ? ഈ ഡിവൈഡ് ചെയ്ത സാധനം ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? CP ഇൻറ്റു P പെർസെൻറ്റേജ് എന്ന് എഴുതാം. ഈക്വൽ ടു P ഇൻറ്റു 100. ഇനി എന്തുവാ പറഞ്ഞേക്കുന്നത്? നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? P വെച്ചുള്ള ഇക്വേഷനാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് P അവിടെ ഇടുക. കൂടെ ഗുണിച്ചിരിക്കുന്ന 100-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമുക്ക് P ആണ് കാണേണ്ടത്, പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് കൂടെ ഗുണിച്ചിരിക്കുന്ന 100-നെ ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഗുണനം ഹരണമായി മാറും. അതുകൊണ്ട് CP ഇൻറ്റു P പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു P. കണ്ടോ? ഇതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ. അപ്പം പഴയ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വീണ്ടും പഠിക്കാൻ പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനകത്തിലോട്ട് വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ഇക്വേഷനാണെന്ന് പറഞ്ഞ് ഇത് തച്ചും പുറത്തിരുന്ന് കാണാൻ പഠിക്കരുത്. എന്ത് ചെയ്യുക? മറ്റേതിനകത്തിലോട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ വിറ്റ വില കിട്ടത്തുള്ളൂ. മനസ്സിലാക്കിയോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇവിടെ ഈ ഇക്വേഷനകത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് വാല്യൂ കണ്ടുപിടിച്ച് പഠിച്ചായിരുന്നല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു മോഡൽ ഇത് ഒഴിവാക്കിയിട്ട് അടുത്തൊരു മോഡലും കൂടെ പറഞ്ഞു തരാം. അടുത്തൊരു മോഡൽ നോക്കിക്കോ. എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത മോഡൽ 20% ലാഭത്തിനാണ് വിറ്റത് അല്ലേ? ലാഭത്തിനാണ് വിറ്റത്. 20% ലാഭത്തിനാണ് വിറ്റത്. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ ആദ്യം നമ്മൾ കഴിഞ്ഞ മോഡൽ ചെയ്ത പോലെ ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് കൂട്ടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തത് ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ ഈ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നതിനകത്തിൽ യാതൊന്നും ആഡ് ചെയ്യേണ്ട. എന്താ? 20% ലാഭത്തിനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 20% എന്ത് ചെയ്യുന്നു? ലാഭത്തിനാണ്. അതുകൊണ്ട് 20% ലാഭമാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഈ 50,000 ആണല്ലോ നമ്മുടെ വാങ്ങിയ വില. ഈ 50,000-ൻ്റെ 120% കാണുക. 50,000-ൻ്റെ 120% കാണുക. മനസ്സിലായോ? നമ്മളിവിടെ എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റാണ് കാണുന്നത് അല്ലേ? പ്രോഫിറ്റ് 20% ഇപ്പോൾ ഉദാഹരണം പറയാം. ഇവിടെ ഒരു 50,000 CP എന്ന് പറയുന്നത് 50,000 ആണ് അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000-ൻ്റെ 20%. 50,000-ൻ്റെ 20% പ്രോഫിറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. 50,000 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 100% എന്നാണ്. 100%ആണ് 50,000.
കാരണം വാങ്ങിയ വിലയുടെ 100% എന്ന് പറയുന്നത് വാങ്ങിയ വില എത്രയാണോ അത് തന്നെയാണ് നമ്മൾ 100% പറയുന്നത്. അപ്പോൾ 50,000 100%. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റായി 20% കൂടെ കൂട്ടുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ എത്ര ശതമാനമായി മൊത്തത്തിൽ? 120%. കണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നമുക്കിവിടെ ലാഭമാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആ ശതമാനത്തിൻ്റെ കൂടെ 100 കൂടെ കൂട്ടിയിട്ട് 120 കിട്ടും അല്ലേ. 20% ലാഭം എന്ന് പറയുന്ന നമുക്ക് 100 കൂടെ കൂട്ടുമ്പോൾ 120% കിട്ടും. നമ്മുടെ വാങ്ങിയ വിലയുടെ 120% കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ തീരും. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ 50,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 20% ലാഭത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ ലാഭമാണ് നമുക്കുണ്ടായത്. ലാഭമുണ്ടായെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ശതമാനത്തിൻ്റെ കൂടെ 100 കൂടെ കൂട്ടുക. എന്നിട്ട് വാങ്ങിയ വിലയുടെ ആ 100% അല്ലെങ്കിൽ 120% കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പം വാങ്ങിയ വില എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇൻറ്റു ശതമാനം എന്ന് പറയുന്നത് 120 അല്ലേ. ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ 100 കൂട്ടണം. അപ്പം 120% 120 ഡിവൈഡ് ബൈ 100. 120 ഡിവൈഡ് ബൈ 100 ചെയ്യുക. 0 ക്യാൻസൽ ചെയ്ത് 500 ഇൻറ്റു 120 എത്ര കിട്ടും നമുക്ക്? 60,000 എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ കണക്കിലും കണ്ടുപിടിച്ചത്, 60,000 രൂപ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത കണക്കൊന്ന് ചെയ്ത് നോക്കാം. 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എന്ത്? അപ്പോൾ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞേക്കുന്നത്? 30,000 രൂപയാണ് വിലയെങ്കിൽ ഇവിടെ ലാഭമുണ്ടായി 5% ലാഭമാണെങ്കിൽ ആ ലാഭത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ലാഭത്തിൻ്റെ കൂടെ ലാഭനിരക്കിൻ്റെ കൂടെ 100 കൂട്ടുക. അപ്പം നമുക്ക് 105 എന്ന് കിട്ടും. അപ്പം 105% കണ്ടുപിടിക്കണം. ആരുടെ? ഈ 30,000 രൂപയുടെ 105% കണ്ടുപിടിച്ചാൽ മതി. 30,000 രൂപയുടെ 105% എന്ന് വെച്ചാൽ 30,000 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പം 31,500 രൂപയ്ക്കാണ് ഈ കസേര വിറ്റത്. 31,500 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? കസേര വിറ്റത്. ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ വെച്ചുള്ളത്. മനസ്സിലായോ? ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് തരുന്ന ലാഭശതമാനത്തിൻ്റെ കൂടെ 100 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുടക്കിയ മുതലിൻ്റെ ആ ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 5% ലാഭമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 100 കൂട്ടി 105 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ മുടക്കിയ കാശുണ്ടല്ലോ 30,000 രൂപ. ഈ 30,000 രൂപയുടെ എത്ര ശതമാനമാണ്? 30,000 രൂപയുടെ 105% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ വിറ്റ വില എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ മുമ്പേ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുവാണെങ്കിലോ, പ്രോഫിറ്റ് ഈക്വൽ ടു CP ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 അല്ലേ. ഇവിടെ 30,000 CP എന്ന് പറയുന്നത്. 30,000 ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 5 ഡിവൈഡ് ബൈ 100. ക്യാൻസൽ ചെയ്ത് നോക്കിയേ. 15 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 1,500 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ആണ്. എത്ര രൂപയ്ക്ക് വിറ്റു അല്ലേ. നമ്മൾ മുടക്കിയ കാശിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ലാഭവും കൂടെ ചേർത്താണ് വിൽക്കുന്നത്. അപ്പം മുടക്കിയ കാശ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ട് 31,500 രൂപയ്ക്ക് വിറ്റു. കണ്ടോ? അതാണ് നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിച്ചതിനകത്തോട്ട് ആ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം പ്രോഫിറ്റ് എന്ത് ചെയ്യണം, മുടക്കിയ കാശിൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ മാത്രമേ സെല്ലിംഗ് പ്രൈസ് കിട്ടത്തുള്ളൂ. ഇനി അഥവാ സെല്ലിംഗ് പ്രൈസ് ഡയറക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് തരുന്ന ശതമാന നിരക്കിൻ്റെ കൂടെ 100 കൂട്ടുക. നമ്മുടെ മുതൽ മുടക്കിൻ്റെ ആ 100+ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമാണ് ഉണ്ടായത് അല്ലേ. നഷ്ടമുണ്ടായെങ്കിൽ വിറ്റ വില എന്ത്? നമ്മൾ മുമ്പേ പഠിച്ച എന്തായിരുന്നു? മുമ്പേ പറയുന്നത് ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 100ൻ്റെ കൂടെ അത് കൂട്ടണം. ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ 100ൻ്റെ കൂടെ അത് കൂട്ടണം. ഇവിടെ നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ 100ൽ നിന്നും നഷ്ടനിരക്ക് കുറയ്ക്കണം. 100ൽ നിന്നും നഷ്ടനിരക്ക് കുറയ്ക്കുമ്പോൾ 100ൽ നിന്നും നഷ്ടനിരക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് 90% എന്ന് കിട്ടി. മനസ്സിലായോ? കഴിഞ്ഞതിനകത്ത് ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ 100ൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യണം, 100ൽ നിന്നും ആ നഷ്ടനിരക്ക് കുറയ്ക്കണം. അപ്പം നമുക്ക് 90% എന്ന് കിട്ടി. നമ്മൾ മുടക്കിയ കാശിൻ്റെ 5,000ൻ്റെ 90% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞത്?
4500 രൂപ. അപ്പം 4500 രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്. മനസ്സിലായോ പറഞ്ഞത്? ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ 100ൻ്റെ കൂടെ കൂട്ടിയിട്ട് അത്രയും ശതമാനം കണ്ടുപിടിക്കുക. ഇനി നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 100ൽ നിന്നും ആ നഷ്ട ശതമാനം കുറച്ചിട്ട് നമ്മുടെ മുടക്കിയ കാശിൻ്റെ അത്രയും ശതമാനം കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി അല്ലാത്ത മറ്റേ കണക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മുടെ നഷ്ട ശതമാനം കാണാനുള്ള ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ലോസ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ? ഇതിനകത്തിലോട്ട് നമ്മുടെ വാല്യൂ ഇട്ട് കൊടുത്ത ലോസ് പെർസെൻറ്റേജ് ഇവിടെ എത്ര? 10%. 10 ഈക്വൽ ടു അല്ലെങ്കിൽ 10% ഈക്വൽ ടു ലോസ് അറിയത്തില്ല, ലോസ് ഡിവൈഡ് ബൈ CP മുടക്കിയ കാശ് 5000 ഇൻറ്റു 100. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ട് 10% അല്ലെങ്കിൽ 10 ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ 50 എന്ന് കിട്ടും അല്ലേ? ഇവിടുന്ന് ലോസ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 50 × 10 500 എന്ന് കിട്ടി. അപ്പം നമുക്ക് 500 രൂപ നഷ്ടത്തിലാണ് നമ്മളത് വിറ്റത് അല്ലേ? നമ്മൾ വാങ്ങിയ വില എത്രയായിരുന്നു? CP എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5000 രൂപയായിരുന്നു CP. അപ്പം നമ്മൾ മുടക്കിയ കാശ് 5000 രൂപ അല്ലേ? നമ്മളൊരു സാധനത്തിന് മുടക്കിയ കാശ് 5000 രൂപയായിരുന്നു. നമ്മളത് 500 രൂപ, ഇവിടുത്തെ 500 രൂപയാണ് നമ്മുടെ നഷ്ടം. 500 രൂപ നഷ്ടത്തിന് നമ്മളത് വിറ്റെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 5000ൽ നിന്ന് 500 കുറയ്ക്കണം അല്ലേ? 4500 രൂപ. 4500 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിറ്റത്. അതാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 2 രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 മോഡൽ ചെയ്തിട്ടുണ്ട്. 5 മോഡൽ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.